നൂറ്റാണ്ടായി ഫലസ്തീൻ ജനതയ്ക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂര വംശഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പല ലോക രാജ്യങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇരു രാജ്യങ്ങളെയും അനുനയിപ്പിക്കുന്നതിനുള്ള മധ്യസ്ഥ ചർച്ചകളും വിവിധ ഘട്ടങ്ങളിലായി അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നീ ലോക രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ദോഹയിലും കൈറോയിലുമൊക്കെയായി നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മധ്യസ്ഥ ചർച്ചകൾക്കിടയിലും ഗാസയിലെ ജനങ്ങൾക്ക് മേൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത്. എല്ലാ തരത്തിലുമുള്ള മാനുഷിക പരിഗണനകളും നൽകാതെയാണ് ആശുപത്രികൾ അടക്കം ഇസ്രായേൽ ആക്രമിച്ചത്. ഇതോടെ തന്നെ യുദ്ധ നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ നെതന്യാഹുവിനെതിരെ യുദ്ധക്കുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായി നിരവധി സംഘടനകളും രംഗത്ത് വന്നിരുന്നു. ഇതോടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നെതന്യാഹുവിനെതിരെ യുദ്ധക്കുറ്റം ചുമത്തി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. യുദ്ധക്കുറ്റങ്ങളിൽ നടപടിയെടുക്കുന്നതിനെതിരെ കേസിലെ മറ്റു കക്ഷികൾ ചൂണ്ടിക്കാട്ടിയ വെല്ലുവിളി കോടതി തള്ളിക്കളയണമെന്നും കരീം ഖാൻ ആവശ്യപ്പെട്ടു. അറസ്റ്റ് വാറന്റിനുള്ള കരീം ഖാന്റെ നീക്കത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു. തനിക്കെതിരായ ആരോപണങ്ങൾ നാണക്കേടാണെന്നും ഇസ്രായേലി സൈന്യത്തിനും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനുമെതിരായ നടപടിയാണിതെന്നും നെതന്യാഹു പ്രതികരിച്ചു. അതേസമയം തങ്ങളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഇരകളും ആരാച്ചാരും തമ്മിലുള്ള ബന്ധത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെന്നായിരുന്നു ഹമാസിന്റെ പ്രതികരണം. നിലവിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര കോടതിയിലെ അംഗമല്ല. അതിനാൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചാൽ തന്നെ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും ഉടൻ വിചാരണ നേരിടേണ്ടി വരില്ല. പക്ഷേ ICC നടപടിയെടുക്കുകയും അതിനോട് സഹകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം ഇസ്രായേൽ നേതാക്കൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശത്തിൽ നിയന്ത്രണമുണ്ടാകും. മെയ്യിലാണ് ഇസ്രായേൽ ഹമാസ് നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂട്ടർ അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചത്. നെതന്യാഹുവിനും ഗാലന്റിനും ഹമാസ് നേതാക്കളായ യഹ്യ സിൻവാർ, ഇസ്മായിൽ ഹനിയ, ഇബ്രാഹിം അൽ മിസ്രി എന്നിവരാണ് കരീം ഖാന്റെ അറസ്റ്റ് വാറന്റ് അപേക്ഷ നേരിടുന്നത്. സാധാരണക്കാരെ പട്ടിണിക്കിടുക, ശരീരത്തിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കുക, ക്രൂരമായ പെരുമാറ്റം, മനഃപൂർവമായ കൊലപാതകം, ഒരു സിവിലിയൻ ജനതയ്ക്കെതിരായ ആക്രമണം, പട്ടിണി മൂലമുണ്ടായ മരണം എന്നീ കുറ്റങ്ങളാണ് ഇസ്രായേലിനെതിരെ ചൂണ്ടിക്കാട്ടിയത്. തടവിലാക്കൽ, കൊലപാതകം എന്നീ കുറ്റങ്ങളാണ് ഹമാസ് നേതാക്കൾക്കെതിരെ വാറന്റ് അപേക്ഷയിൽ പറയുന്നത്. കുറ്റാരോപിതരായ ഹമാസ് നേതാക്കളിൽ ഒരാളായ ഇസ്മായിൽ ഹനിയ ഇറാനിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് ഹമാസിന്റെ തലപ്പത്തേക്ക് സിൻവാർ എത്തുകയും ചെയ്തു. ഇബ്രാഹിം അൽ മിസ്രി തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ വാദമുയർത്തിയെങ്കിലും ഹമാസ് ഇത് നിഷേധിക്കുകയുമുണ്ടായി. അതിനിടെ കൈറോയിൽ നടന്ന മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധം ആളിക്കത്തുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്.